ഇനി മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ വീഡിയോ, അതായത് കഴിഞ്ഞ ആഴ്ച വീഡിയോ കണ്ടവർക്കും അറിയാം, എങ്കിലും ഞാൻ വീണ്ടും ഒന്നുകൂടി പറയാം. പണം തടസ്സമില്ലാതെ വന്നു ചേരുവാനും കുലദൈവ അനുഗ്രഹം ഉണ്ടാകുവാനും പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാകുവാനുമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട താന്ത്രിക വഴിപാട്. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് ഭസ്മം, ഒരു കഷ്ണം പച്ചക്കർപ്പൂരം, കുറച്ച് കുങ്കുമം ഇവ എടുത്തു മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലുള്ള ഒരു കലശച്ചെമ്പ്, നമ്മുടെ വീട്ടിൽ കലശച്ചെമ്പുണ്ടെങ്കിൽ അത് എടുക്കുക. ഇനി അഥവാ കലശച്ചെമ്പില്ലെങ്കിൽ സ്റ്റീൽ എടുക്കട്ടെ എന്ന് ചോദിക്കരുത്. സ്റ്റീൽ പാത്രം ഉപയോഗിക്കേണ്ട. അല്ലെങ്കിൽ മണ്ണിൻ്റെ ഏതെങ്കിലും ഒരു പാത്രമോ അല്ലെങ്കിൽ ഒരു ഉരുളി രൂപത്തിലുള്ളതോ കിട്ടിയാലും സാരമില്ല. അങ്ങനെയുള്ള ഒരു പാത്രം എടുത്ത് അതിൽ ശുദ്ധമായ വെള്ളം എടുക്കാം. ഇനി നിങ്ങൾക്ക് പനീര് കലർത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ പനിനീര് പകുതിയും വെള്ളം പകുതിയും കലർത്തി ഒരു കൈപ്പിടി അളവിനോ അല്ലെങ്കിൽ ഒരു സ്പൂൺ അളവിനോ കല്ലുപ്പ്